إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ചും സൂക്ഷിച്ചും അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ടും ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുക, നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുക എന്ന ഉദ്ദേശത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 2-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല ജീവിതവും ആ ജീവിതത്തിന്റെ അവസാനവുമായി മരണവും സംവിധാനിച്ചത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തികൾ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം അതാണ്. അമലസ്വാലിഹാത്തുകൾ ചെയ്ത് റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച് റബ്ബിങ്കിലേക്ക് അടുക്കുക, പാരത്രിക വിജയം നേടുക എന്നത് തന്നെയാണ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, പ്രവാചകരെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വാല ഉംറുഹു, ആയുസ് നീട്ടിക്കിട്ടിയവനാണ്. വഹസന അമലഹു, ആ നീട്ടിക്കിട്ടിയ ആയുസിൽ സൽപ്രവർത്തികൾ ചെയ്ത് മുന്നേറുന്നവനാണ്
ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വീണ്ടും പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യുന്നാസി ശർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഷർറായ, മോശപ്പെട്ട, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന വ്യക്തികൾ, അതല്ലെങ്കിൽ ഷർറായ ഒരു മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ത്വാല ഉംറുഹു, അവനും ആയുസ് നീട്ടിക്കിട്ടിയിട്ടുണ്ട്, എന്നാൽ അവൻ സൽപ്രവർത്തികൾ ചെയ്യാതെ ദുഷ്പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നവനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്രയും കാലം അല്ലാഹു തആല നീട്ടിത്തന്ന ഈ ഒരു ആയുസ്സും, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്ത് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സമയങ്ങളിലും അതേപോലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും പ്രത്യേകമായ ഇടങ്ങളിലും പ്രത്യേകമായ സമയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകതയും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ സ്വാലിഹാത്തുകൾ കൂടുതൽ ചെയ്യുവാനും അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില സമയങ്ങൾ, അതിനൊക്കെ അല്ലാഹു തആല ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവിത ലക്ഷ്യമായ നന്മ ചെയ്ത് സൽപ്രവർത്തി ചെയ്ത് മുന്നേറുക എന്നുള്ളതിന് സഹായകരമായി തീരുന്ന കാര്യങ്ങളാകുന്നു ആ ശ്രേഷ്ഠതകൾ എന്നുള്ളത്. അവിടെ നമ്മൾ പ്രത്യേകമായി പരിഗണിച്ച്, ആ സമയത്തെ പ്രത്യേകമായി പരിഗണിച്ച്, ആ സ്ഥലത്തെ പ്രത്യേകമായി പരിഗണിച്ച്, ആ ദിവസങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച് നാം മുന്നേറുമ്പോൾ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ അതിലേക്കാണ് ആ പ്രവർത്തികൾ വന്നെത്തിച്ചേരുക. അതിലാണ് വർധനവുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എണ്ണിയ പരിശുദ്ധമാക്കപ്പെട്ട ചില മാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ നമ്മെ അത് പഠിപ്പിക്കുന്നു. ഇന്ന തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖൽഖിസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅതു ഹുറും. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ച രേഖയാണ് 12 മാസമാണ് ഒരു വർഷത്തിൽ ഉള്ളത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കാക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മിൻഹാ അർബഅതു ഹുറും, അതിൽ 4 പരിശുദ്ധമാക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏതാണ് ആ 4 മാസങ്ങളെന്ന് പഠിപ്പിച്ചു തരുന്നു. സലാസത്തുൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അർബഅതു ഹുറും, അതിലൊന്ന് ദുൽഖഅദ, നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാസമാണത്. മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, നമ്മളിനി കടക്കാനിരിക്കുന്ന മാസം. മറ്റൊന്ന് അതേപോലെ മുഹറമാണ്, മറ്റൊന്ന് റജബാണ്. ഈ 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയ മാസങ്ങളാണ്. ഈ മാസങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. ദുൽഹിജ്ജയും അതേപോലെ അതിനു മുമ്പുള്ള ദുൽഖഅദയും മുഹറമും ഒക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട കിടക്കുന്ന മാസങ്ങളാണ്. ഒന്ന് ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും യാത്രയും, മറ്റൊന്ന് ദുൽഹിജ്ജ ഹജ്ജിന്റെ മാസവും, അതേപോലെ മുഹറം ഹജ്ജിൽ നിന്നും വിരമിച്ചു വരുന്നതുമായ മാസം. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമാക്കി ശ്രേഷ്ഠമാക്കിയ ഒരു മാസത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കടക്കാനിരിക്കുന്ന മാസമാകട്ടെ ആ മാസങ്ങളിൽ നിന്ന് തന്നെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയ മാസമാണ്. ആ മാസം ഇനി നമ്മൾ കടക്കാനിരിക്കുന്നത് ദുൽഹിജ്ജ, പ്രത്യേകമായത് ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഹാജിമാർക്ക് ആ കർമ്മങ്ങൾ ചെയ്യേണ്ട മാസമായി നിശ്ചയിച്ച ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജിന്റെ ആദ്യ 10 ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശർ. ഈ ലോകത്ത് വെച്ച്, ഈ ഹലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം
അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് പറയുന്നത് അത് ദുൽഹിജ്ജിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിന്റെ പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്നിടത്ത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് അൽ മുറാദ് ബിഹാ അശ്റ ദുൽഹിജ്ജ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതർ അത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജിലെ ആദ്യ 10 എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ തന്നെ നമ്മെ ഉണർത്തുന്നുണ്ട്, വയദ്കുറു സ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമ, എണ്ണപ്പെട്ട അറിയപ്പെട്ട ദിവസങ്ങൾ, ആ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുവാൻ വേണ്ടിയാണ് എന്ന് സൂറത്തുൽ ഹജ്ജിലെ പരാമർശത്തെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് അതും ഈ അറിയപ്പെട്ട എണ്ണപ്പെട്ട ദുൽഹിജ്ജിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത, ആ ദിവസത്തിന്റെ പ്രത്യേകത ജിഹാദിനേക്കാളും മഹത്തരമാണ് എന്നുള്ളതാണ്. ജിഹാദിനേക്കാളും, ഇസ്ലാമികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും മഹത്തരമായ ഒന്നായിക്കൊണ്ടാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിൻ അമലിൻ ഫീ ഹാദിഹി, ഈ ഒരു ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബികൾ പ്രവാചകനോട് ചോദിക്കുന്നു, വലൽ ജിഹാദ്, പ്രവാചകരെ ജിഹാദും അതിലില്ലേ? ബദറിൽ പങ്കെടുത്ത ആളുകളുണ്ട്, ഉഹദിൽ പങ്കെടുത്ത ആളുകളുണ്ട്, ഞങ്ങളൊക്കെ ജിഹാദ് ചെയ്തവരാണ്. ആ ജിഹാദും ആ 10 ദിവസത്തിലെ പവിത്രമായ ദിനങ്ങളെക്കാളും ശ്രേഷ്ഠത ജിഹാദിനില്ലേ? അല്ല, ജിഹാദും അതിന്റെ താഴെയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലർ റജുൽ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ, ഒരു മനുഷ്യൻ ജിഹാദിനായി പുറപ്പെടുന്നു, അദ്ദേഹത്തിന്റെ സമ്പത്ത് ആ മാർഗത്തിൽ പൂർണ്ണമായും ചെലവാക്കുന്നു, അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായും സമർപ്പിക്കുന്നു. അങ്ങനെ ശരീരവും സമ്പത്തും പൂർണ്ണമായി സമർപ്പിച്ച് മടങ്ങി വരാത്ത വിധത്തിൽ ഒരാൾ ഷഹീദാവുകയാണ് എങ്കിൽ അയാൾ ഒഴികെ ബാക്കി ആര് ജിഹാദ് ചെയ്താലും ആ ജിഹാദൊക്കെയും ഈ ദിനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് താഴെയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ ദിവസങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാനിരിക്കുന്നത്. ആ ശ്രേഷ്ഠമായ ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കാനിരിക്കുമ്പോൾ ആ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഈ ദിനത്തിന് ഇത്രയധികം പുണ്യമെന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇജ്തിമാഉൽ ഉമ്മഹാത്തുൽ ഇബാദ, ഈ ദിനത്തിന്റെ പ്രത്യേകത ഉമ്മഹാത്തുൽ ഇബാദത്തായ മുഴുവൻ കർമ്മങ്ങളും ഇതിൽ ചേരുന്നു എന്നുള്ളതാണ്. പ്രവർത്തനങ്ങളുടെ, ഇബാദത്തുകളുടെ മാതാവായ ഉമ്മയായ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ ദിനങ്ങളിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, വഹിയ അസ്സലാത്ത്, ആ ദിനങ്ങളിൽ തീർച്ചയായും നമസ്കാരമുണ്ട്, വസ്സിയാം, അതിൽ നോമ്പ് കടന്നു വരുന്നുണ്ട്, വസ്വദഖ, അതിൽ സ്വദഖയുമുണ്ട്, വൽ ഹജ്ജ്, അതിൽ ഹജ്ജും കടന്നു വരുന്നുണ്ട്, വലാ ബിതഅത ദാലിക ഫീ ഗൈരി, ഇങ്ങനെ കടന്നു വരുന്നതായ മറ്റു ദിനങ്ങളില്ല എന്നുള്ളതാണ്. ഹജ്ജ് കടന്നു വരുന്ന വേറെ ദിവസങ്ങൾ ദുൽഹിജ്ജിലെ ഈ ആദ്യ 10 അല്ലാതെ വേറെ ഏത് മാസമാണുള്ളത്, ഏത് ദിവസമാണുള്ളത്? അങ്ങനെ എല്ലാ ഇബാദത്തുകളും ഒന്നു ചേരുന്ന ഒരു സുവർണമായ ദിനങ്ങളാണ് ഇനി നമുക്ക് വരാനിരിക്കുന്ന ദുൽഹിജ്ജിലെ ആദ്യ 10 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധമായ റമളാനിനെ, അതിനെ വരവേൽറ്റ് അതിന്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ട് പുണ്യപ്രവർത്തികൾ ചെയ്തതാണ്. അതിന്റെ അവസാനത്തെ 10ലും നമ്മൾ കഠിനമായ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ മുഴുകിയവരാണ്. നമ്മൾ കഴിഞ്ഞ ദുൽഹിജ്ജിലെ ആദ്യ 10ലോ ഇനി വരാനിരിക്കുന്ന ദുൽഹിജ്ജിലെ ആദ്യ 10ന് വേണ്ടി നമ്മൾ എത്ര കണ്ട് ഒരുങ്ങി എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക.
ആ ദിനങ്ങളിൽ പൂർണ്ണമായും കൂടുതലായും ഇബാദത്തുകൾ ചെയ്യുവാൻ, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നാം മാനസികമായി തയ്യാറായിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അതിൽ അതിപ്രധാനമായ കർമ്മമായ ഹജ്ജ്, ആ ഹജ്ജിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ പല ദിക്കിൽ നിന്നും പല കോണിൽ നിന്നും യാത്രകൾ തിരിച്ചിട്ടുള്ള സമയമാണ്. അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന ദിവസമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. ഒരാളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട്, ഒരാളുടെ കയ്യിൽ ശാരീരികമായ കഴിവുണ്ട്, ഒരാൾക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, അതേപോലെ യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഒത്തുവരുന്ന സന്ദർഭങ്ങളുണ്ടായി. എന്നിട്ട് അങ്ങനെ ഇരിക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഹജ്ജ് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അവന്റെ ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമാകുക അത് ഹജ്ജോടുകൂടിയാണ്. ആ ഹജ്ജ് നിർവഹിക്കുവാൻ നമ്മൾ എത്ര കണ്ട് മാനസികമായി തയ്യാറായി ഒരുങ്ങി എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നീട്ടിക്കൊണ്ടു പോകാറുണ്ട്. മക്കളുടെ കല്യാണം കഴിയട്ടെ, പേരക്കുട്ടികളുടെ കല്യാണം കഴിയട്ടെ, വീട് പണി കഴിയട്ടെ, അങ്ങനെ പലതും പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറാറുണ്ട്. സാമ്പത്തികമായി എന്തിനൊക്കെ വേണ്ടി എത്രയൊക്കെയോ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കാറുണ്ട്. മക്കളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കാറുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. അതൊക്കെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത്, ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്നൊന്ന് ഹജ്ജ് ചെയ്യുവാൻ അതിനുവേണ്ടി നമ്മൾ എത്ര കണ്ടൊരുങ്ങി എന്നുള്ളത് നാം ആലോചിക്കുക. അത് വയസ്സാവട്ടെ, അതല്ലെങ്കിൽ വയസ്സായി വീൽ ചെയറിലിരിക്കുമ്പോൾ നടക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ, നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. ആരോഗ്യത്തോടുകൂടി, ഉന്മേഷത്തോട് കൂടി, ആവേശത്തോടുകൂടി നിർവഹിക്കേണ്ട കർമ്മമാകുന്നു ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജിന് വേണ്ടി നമ്മുടെ കയ്യിൽ സാമ്പത്തികമായ ഭദ്രത നമുക്ക് ഉണ്ട് എങ്കിൽ, അതിനു വേണ്ടിയുള്ള സാമ്പത്തികം നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ, അതിന് മാനസികമായി തയ്യാറാവുകയും അതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് മറ്റു രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയും അടുത്ത ഹജ്ജിനെങ്കിലും എനിക്ക് പോകാൻ കഴിയണം എന്നുള്ളൊരു നീയത്ത് വെച്ച് അതിലേക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കർമ്മം എന്ന് പറയുന്നത്, ഈ ദുൽഹിജ്ജിലെ അതിപ്രധാനമായ മറ്റു കർമ്മം എന്ന് പറയുന്നത് ബലികർമ്മമാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി ആ ബലികർമ്മത്തിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും നമ്മൾ ഖുതുബയിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എത്ര കണ്ട് തയ്യാറായി ഒരുങ്ങി എന്നുള്ളതും നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കുക, ആലോചിക്കുക. എന്തിനൊക്കെയോ വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി, മക്കളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഗാഡ്ജറ്റുകൾക്ക് വേണ്ടി, നമ്മുടെ കാറുകൾക്ക് വേണ്ടി, നമ്മുടെ വീടുകൾക്ക് വേണ്ടി അതിന്റെ മുകളിലൂടെ എത്രയോ പണങ്ങൾ നമ്മൾ ചെലവാക്കുന്നുണ്ട്. എന്നാൽ ഒരു വിഹിതം ചേർന്ന് ഉളഹിയത്തിന്റെ ഭാഗമാകാൻ, ബലികർമ്മത്തിന്റെ ഭാഗമാകാൻ, അതിന്റെ ശ്രേഷ്ഠതയിൽ ഉൾപ്പെടാൻ നമ്മൾ തയ്യാറായോ എന്നുള്ളത് നാം സ്വയം ആലോചിക്കുക. അങ്ങനെ ബലികർമ്മത്തിന് തയ്യാറായ ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജയുടെ ഹിലാല് കണ്ടു കഴിഞ്ഞാൽ, വഅറാദ അഹ്ദുക്കും അൻ യുളഹിയ, ആരെങ്കിലും ഉളഹിയത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഫൽയുംസിക് അൻ ശിഅരിഹി വഅളാഫിരിഹി, അവന്റെ നഖങ്ങളും അവന്റെ താടി രോമങ്ങളും അതേപോലെ ശരീരത്തിലെ മറ്റു രോമങ്ങളുമൊന്നും നീക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അത് ഉളഹിയത്ത് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഉളഹിയത്തിന് വേണ്ടി ഷെയർ ചേർന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ ദുൽഹിജ്ജയിൽ പ്രത്യേകമായി അല്ലാഹു തആല ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മെ പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹ് വലാ അഹിബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിൻ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഈ ഒരു ദിവസത്തിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ദിനവും ഇതിന്റെ അത്രയും ശ്രേഷ്ഠതയുള്ള ഈ ദിനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കാളും ശ്രേഷ്ഠത മറ്റു ദിനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പ്രവാചകൻ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തി, ഫഅക്സിറൂ ഫീഹിന്ന, നിങ്ങൾ അതിൽ
വർദ്ധിപ്പിക്കണം. നിങ്ങൾ അതിൽ ധാരാളമായി കൊണ്ടുവരണം. എന്ത്? മിനത്ത് തഹ്ലീലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, വത്തക്ബീരി അല്ലാഹു അക്ബർ എന്ന ദിക്ർ, വത്തഹ്മീദി അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ. ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഈ ദിനത്തിൽ ചെയ്യാൻ പറഞ്ഞ അമൽ സ്വാലിഹാത്തുകൾപ്പെട്ട ഒരു കർമ്മമാണ്. അത് നമ്മൾ വീട്ടുകാരെ കൂട്ടിയിരുത്തി മക്കളോട് പറയാൻ പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് ആ ദിക്റുകൾ ചൊല്ലുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കുടുംബവും ഒന്നിച്ച് കാറിൽ പോകുമ്പോൾ നമ്മൾ പല നിലക്കുമുള്ള കാര്യങ്ങൾ കേൾക്കും, പലതും നമ്മൾ ശ്രവിക്കും, പലതും നമ്മൾ ശ്രദ്ധിക്കും. ആ ഒരു അവസരത്തിൽ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊരുമിച്ച് തക്ബീറും തഹ്ലീലും തഹ്മീദും ചൊല്ലാമെന്ന് പറഞ്ഞ് മക്കളോടൊന്നിച്ച് ദിക്റുകൾ ചൊല്ലിയാൽ ആ യാത്രകൾ എത്ര സന്തോഷകരമാകും, ആ യാത്രകൾ എത്ര പുണ്യം നിറഞ്ഞതാകും. അങ്ങനെ നമ്മുടെ യാത്രകളിൽ, നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ, അതേപോലെ നമസ്കാര ശേഷവും മറ്റു സമയങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്ന അവസരങ്ങളിലുമൊക്കെയും ഈ ദിക്റുകളെ ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്വഹാബികളും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഉറക്കെ ആ ദിക്റുകൾ ചൊല്ലിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഉറക്കെ തന്നെ നമ്മൾ കഴിയുമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉറക്കെ തന്നെ ആ ദിക്റുകൾ ചൊല്ലി പതിവാക്കി മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി ഉണർത്തി ആ ദിക്റുകൾ ചൊല്ലുവാൻ നമ്മൾ പ്രത്യേകമായി പ്രേരിപ്പിക്കുക. ഈ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും നമ്മെ പഠിപ്പിച്ച ഈ പ്രത്യേകമായ ഇബാദത്തുകളെ പ്രത്യേകം കണ്ട് അത് ചെയ്യുവാനും ഈ ദിനങ്ങളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നമ്മൾ പരമാവധി പരിശ്രമിക്കുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജിലെ ആദ്യ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠതയും അതിൽ പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ കൽപ്പിച്ച അമലുകളും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിൽ മറ്റൊരു കർമ്മമാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത്, ദുൽഹിജ്ജ 9 നോമ്പ് എന്നുള്ളത്. ആ 9 ദുൽഹിജ്ജ 9 എന്ന ദിനത്തിന്റെ പേരാണ് അറഫ. ആ നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തുൽ മാദിയ വൽ ബാഖിയ. ആ നോമ്പ് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ നിങ്ങളുടെ പാപങ്ങളെ ആ നോമ്പ് കാരണം അല്ലാഹു തആല പൊറുക്കപ്പെടും എന്ന്. ആ നോമ്പാണ് നേരത്തെ ഇബ്നു ഹജർ അസ്ഖലാനി ഈ 10 ദിവസത്തിൽ നോമ്പ് കടന്നു വരുന്നുണ്ട് എന്നത് പറഞ്ഞപ്പോൾ ഈ നോമ്പാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മുടെ നാടുകളിൽ പല നിലക്കുമുള്ള വ്യാഖ്യാനങ്ങളും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പലതും സംസാരിക്കുന്നതുമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുൽഹിജ്ജ മാസത്തിലെ ദിനങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രത്യേകമായ പേരുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജ 9 യൗമു അറഫ. അതേപോലെ ദുൽഹിജ്ജ 8 യൗമു തർവിയ, ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്ന ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ആ ഒരു പേരാണ് യൗമു തർവിയ. അതേപോലെ ദുൽഹിജ്ജ 9 യൗമുൻ നഹർ എന്ന പേരും നമുക്ക് കാണുവാൻ സാധിക്കും.
ഈ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ നാമങ്ങൾ, ആ നാമങ്ങൾ അറഫാ ദിനത്തിൽ അറഫയിൽ കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഈ നോമ്പിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും പറയാറുള്ളത് അറഫയിൽ സംഗമിക്കുന്ന ആളുകൾക്കുള്ളൊരു ഐക്യദാർഢ്യമാണ് ഈ നോമ്പ് എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിക്കുക, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സ്വഹാബയോ നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വശം. മറ്റൊന്ന്, ഇസ്ലാമിക ചരിത്രത്തിൽ 1800 കാലഘട്ടങ്ങളിൽ പല നിലയിലും ഹജ്ജുകൾ നടക്കാതിരുന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടത്തെ പ്രളയം കാരണം, രോഗവ്യാപനം കാരണം ഒക്കെയും ഹജ്ജ് തീരെ നടക്കാതിരുന്ന വർഷങ്ങളുണ്ട്. ഈ ഐക്യദാർഢ്യത്തിനാണ് ആ നോമ്പ്, അറഫയിൽ കൂടുന്ന ആളുകളുടെ ഐക്യദാർഢ്യത്തിനാണ് ആ നോമ്പ് എന്ന് പറയുന്ന ആളുകൾ അറഫയിൽ ആ വർഷങ്ങളിൽ ഹജ്ജ് ഇല്ലല്ലോ, അറഫ ഇല്ലല്ലോ, അറഫയിൽ ആൾ കൂടുന്നില്ലല്ലോ, അതുകൊണ്ട് നോമ്പ് വേണ്ട എന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കുമായിരുന്നോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇനിയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആ സമയത്ത് നാം എന്ത് ചെയ്യും? ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് നോമ്പ് നോൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അറഫയിൽ ആളുകൾ കൂടുന്നില്ല, അതിൽ ഐക്യദാർഢ്യം, അറഫയിൽ അതുകൊണ്ട് ഐക്യദാർഢ്യവും വേണ്ട, നോമ്പും വേണ്ട എന്ന രൂപത്തിൽ നമ്മൾ ഒഴിവാക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിച്ചത് അത് ദുൽഹിജ്ജ 9, നമുക്കെപ്പോഴാണ് ദുൽഹിജ്ജ 9 ആ ദിനത്തിൽ നോമ്പ് നോൽക്കുക. ഐക്യദാർഢ്യം എന്ന പേരിൽ അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ദുൽഹിജ്ജ 9 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നു എന്നും നമുക്ക് ഹദീസുകൾ കാണാം. പിന്നെ ചില ആളുകൾ പറയാറുള്ളതാണ് ഈ ദുൽഹിജ്ജ 9 അല്ലാതെ മറ്റു ദിനങ്ങളിലും നോമ്പ് നോറ്റുകൂടെ എന്ന്. ഈ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ 2 വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദുൽഹിജ്ജ 9 വരെ നോമ്പ് നോറ്റു എന്ന് പറയുന്നൊരു വീക്ഷണമുണ്ട്. മറ്റൊന്ന്, ദുൽഹിജ്ജ 9 നോമ്പ് നോറ്റു എന്ന വീക്ഷണവുമുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട്, അത് സംഗ്രഹിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ദുൽഹിജ്ജ 10 വരെയുള്ള ദിനങ്ങൾക്ക് എന്തായാലും പുണ്യമുണ്ട്. ആ പുണ്യം ഉദ്ദേശിച്ച് ഒരാൾക്ക് നോമ്പ് നോറ്റാൽ അതിൽ കുഴപ്പമില്ല. ദുൽഹിജ്ജ 9 വരെ പൂർണ്ണമായി നോമ്പ് നോറ്റാൽ കുഴപ്പമില്ല. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റതുപോലെ ദുൽഹിജ്ജ 9 മാത്രമായി നോൽക്കുക എന്നുള്ളത്. സ്വഹാബികൾ അധികവും ദുൽഹിജ്ജ 9 തന്നെയായിരുന്നു നോമ്പ് നോറ്റിരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ആ വിഷയങ്ങളെ മനസ്സിലാക്കുക, ധാരാളമായ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ ദുൽഹിജ്ജ 8 വരെ ഈ നോമ്പ് നോൽക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞത് തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക, മറ്റ് അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകമായി സ്വദഖകളും ഈ സമയത്ത് വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തികളും അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ആ ശ്രേഷ്ഠ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും അതിൽ ധാരാളം അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുവാനും നീ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണെന്നാണ്. ഞങ്ങൾ ജീവിതത്തിന്റെ നികല മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുവാൻ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഇല്ല റബ്ബേ. നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നില്ല എങ്കിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ജഹന്നമിന്റെ നരകത്തിന്റെ അടിയിൽ ഞങ്ങൾ അകപ്പെടും റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്കേവർക്കും പുറത്തുമാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. നീയാണ് ശമനം നൽകുന്നവൻ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ.
സാമ്പത്തികമായും പ്രയാസപ്പെടുന്ന കച്ചവടക്കാർ, മാന്യമനുഭവിക്കുന്ന കച്ചവടക്കാർ റബ്ബേ അവരുടെ സമ്പത്തിൽ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബേ അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ പല നിലക്കും പ്രയാസങ്ങൾ, മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളും രാജ്യത്തിലും അതേപോലെ പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട് റബ്ബേ. അവർക്ക് ഈമാനികമായ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങളെ നീ ഈമാനിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികൾ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ബർസഖിന്റെ ലോകം പ്രകാശപൂരിതമാക്കി മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്, ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ പലരും ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം എളുപ്പമുള്ളതാക്കി, സ്വർഗത്തോപ്പാക്കി, സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുന്ന റബ്ബേ. നാളെ പരലോകത്ത് വിചാരണയുടെ ദിവസം സൂര്യൻ ഒരു ചാണിൽ നിന്നോ ഒരു മെയിൽ നിന്നോ നിൽക്കുമ്പോൾ റബ്ബേ അർശിന്റെ തള്ളപിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ എല്ലാം നീ കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ രാജ്യത്തെ സമാധാനമുള്ള ഒരു രാജ്യമാക്കി, അതേപോലെ ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കക്ഷികളെ, ശക്തികളെ അല്ലാഹുവേ നീ പരാജയപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ രാജ്യത്തെ സമാധാനമുള്ള രാജ്യമാക്കി, മണ്ണാക്കി, സഹവർത്തിത്വമുള്ള മണ്ണാക്കി നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا اعداء الدين. اللهم هلك اليهود والمشركين. اللهم هلك اليهود والمشركين. اللهم انصر اخوان المسلمين والمجاهدين في كل مكان. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ألف بين قلوب المسلمين. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.